ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പാറുവിൻ്റെ ഫസ്റ്റ് ഡേ അറ്റ് ന്യൂ സ്കൂളിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് കേട്ടോ അക്കുവിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് പാറുവിന് കഴിഞ്ഞ തിങ്കളാഴ്ചയും അക്കുവിന് ഇന്ന് ബുധനാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആൾ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ പോവാൻ. ഇനി എത്ര ദിവസത്തേക്ക് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. ഇന്നിപ്പോൾ നമ്മൾ കൊണ്ടുപോയി നമ്മുടെ കൂടെ തന്നെ നമുക്ക് തിരിച്ച് കൊണ്ടുവരാം. അപ്പോൾ ആൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അവർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കൂളിലുണ്ട്. സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും വൈകുന്നേരം ഒരു ചായയും സ്നാക്കും സ്കൂളിൽ നിന്ന് തന്നെ കൊടുക്കും കേട്ടോ. അപ്പോൾ ബാഗിലേക്ക് സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് നമുക്ക് ഈ ഒരു ചെറിയ ബാഗാണ് കേട്ടോ കൊണ്ടുപോകണ്ടുള്ളൂ. അതും അവർ സ്കൂളിൽ തന്നെ വയ്ക്കും. ജസ്റ്റ് കയ്യും വീശി മാത്രം പോയാൽ മതി. സ്കൂളിൽ എല്ലായിടത്തും ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് വാട്ടർ ബോട്ടിൽ പോലും നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമില്ല. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം മൂത്ത ആൾ പോയപ്പോൾ തുടങ്ങി പറയേണ്ടത് എനിക്ക് സ്കൂളിൽ പോകണം എന്ന്. പക്ഷെ രാവിലെ 8 മണിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണിക്കാണ് എത്തുള്ളൂ. അപ്പം അത് കാരണം കൊണ്ട് എത്ര ദിവസത്തേക്ക് ഉണ്ടാവുമെന്നൊന്നും നമുക്കറിയില്ല. ഇന്നിപ്പോൾ നമ്മുടെ കൂടെയാണ് പോണേ. പക്ഷെ നാളെ സ്കൂൾ ബസ്സിൽ പോയിട്ട് സ്കൂൾ ബസ്സിൽ തന്നെയാണ് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ സ്കൂൾ എത്തി കേട്ടോ. നല്ല ബ്ലോക്കായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും 10 മണിക്കാണ് ചെന്നതെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ, അതായത് LKG തന്നെ H വരെ ഉണ്ട് അവർക്ക് ഡിവിഷൻ. LKG H വരെ ഡിവിഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ആൾക്കാരുടെ വണ്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ സ്കൂളിൽ ചെന്ന് അവിടെ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ താഴേക്ക് പോവുകയാണ്. താഴത്തെ വലിയൊരു ഹോളിലാണ് ഇവരുടെ പരിപാടിയും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇതാണ് കേട്ടോ ഇവരുടെ ക്ലാസ് റൂം ഈസിയാണ്. ഇതുപോലെ റൗണ്ടിലൊരു ടേബിളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് ക്ലാസ് റൂം എല്ലാം കാണാൻ കേട്ടോ. UKGയിലെ കുട്ടികളാണ് കോമ്പയറിംഗ് ഒക്കെ ചെയ്യുന്നത്. പക്ഷെ അവർ മൈക്ക് കാരണം കൊണ്ട് അവരെ കാണാനേ ഇല്ല. കേട്ടോ അതുപോലെ LKGയിലൊക്കെ ഗോവൻ ടീച്ചേഴ്സാണ് കേട്ടോ. ഫുൾ ഇംഗ്ലീഷിൽ ആ ഒരു ഫ്ലുവൻസിയും പ്രൊഫിഷ്യൻസിയും വരാൻ വേണ്ടിയിട്ട് LKGയിൽ ഫുള്ള് ഗോവൻ ടീച്ചേഴ്സാണ്. LKG UKG അതുപോലെ തന്നെ ഇവർക്ക് ഈ ഫ്ലുവൻസി, അതായത് എന്താ പറയുക, നമ്മുടെ പ്രൊനൗൺസിയേഷനൊക്കെ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ടീച്ചേഴ്സും ഇവർക്കുണ്ട്. അതും എനിക്ക് തോന്നുന്നു ഒരു 6th സ്റ്റാൻഡേർഡ് വരെ അവർക്ക് എല്ലാ ക്ലാസ്സുകാർക്കും ബ്രിട്ടീഷ് ടീച്ചേഴ്സ് ഉണ്ടെന്നാണ് കേട്ടോ തോന്നുന്നത്.
അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ക്ലാസ് റൂമിലേക്ക് കയറ്റി. ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ആൾക്ക് അങ്ങനെ സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ കരച്ചിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെയുള്ളതിൽ കുറേ കുട്ടികൾ കരഞ്ഞ് ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് പിന്നെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അവരുടെ കരച്ചിൽ കണ്ടിട്ട് ഇവള് കരയോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ആൾ ഹാപ്പി ആയിരുന്നു. വന്നപ്പോൾ തന്നെ അവർക്ക് ആ ഒരു ബലൂണൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ബലൂണിൻ്റെ കളർ മാറണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ബാക്കി കുറേ പിള്ളേർ അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു. കുറേ പിള്ളേർ അകത്തേക്ക് പോകുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതേ കണ്ടോ, ഓരോരുത്തർ അവിടെ ഡോറിൻ്റെ അടുത്ത് തന്നെ അവരുടെ അമ്മയുടെയും കൈയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുവാണ്, അവിടുന്ന് മാറുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവർ നമ്മളെയൊക്കെ ക്ലാസ് റൂമിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് അവർ ഡോറൊക്കെ അടച്ചു. അപ്പോഴും കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരൊക്കെ ഡോറിൻ്റെ അവിടെ തന്നെ വന്ന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. പിന്നെ അവർക്ക് കുറച്ച് ഒരു ജ്യൂസും സ്നാക്കൊക്കെ കൊടുത്തു. അപ്പോഴും കുറേ കുട്ടികൾ കരയുന്നുണ്ടായിരുന്നു. നമുക്ക് ശരിക്കും സങ്കടം വരും കേട്ടോ അവരുടെ കരച്ചിൽ കാണുമ്പോൾ. LKG-യിലല്ലേ ആയിട്ടുള്ളൂ, അവർ ആദ്യമായിട്ട് അച്ഛനെയും അമ്മേനെയൊക്കെ വിട്ട് നിൽക്കാൻ പോവുമല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം അവർക്ക് ഉണ്ടാവില്ല. അതും ഇവരുടെ ടൈമിങ് കുറച്ച് കൂടുതലുമാണ്. കാരണം 9 to 4 ആണ്, 8:45 to 3:45 ആണ് ക്ലാസ് എന്നുണ്ടെങ്കിലും ഇവർക്ക് 8 മണിയാകുമ്പോഴത്തേക്കും പോയി കഴിഞ്ഞാൽ അവർ തിരിച്ച് വീട്ടിലെത്തുന്നത് 5 മണിക്കാണ് കേട്ടോ. ഓരോരുത്തരൊക്കെ കരഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട്. മോള് മാത്രം കരയണം. അവരുടെ എല്ലാം ബലൂണും മേടിച്ച് പിടിച്ച് പുള്ളിക്കാരി ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇതുവരെ ആൾ ഭയങ്കര ഹാപ്പിയാണ്. സ്കൂളിൽ പോകാനൊക്കെ താല്പര്യം തന്നെയാണ് കാണിക്കുന്നത്. എത്ര ദിവസത്തേക്ക് ഉണ്ടാവുമെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും നോക്കി നോക്കാം. ഇനിയിപ്പം താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഇവിടുന്ന് അങ്ങോട്ട് അവരുടെ പഠിപ്പിൻ്റെ ജീവിതം തുടങ്ങുമല്ലേ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചത് ഞങ്ങളുടെ കൂടെ തന്നെ ഞങ്ങൾക്ക് കൊച്ചിനെ കൊണ്ടുവരായിരുന്നു. ഇനി നാളെ രാവിലെ 8 മണിയാകുമ്പോൾ സ്കൂൾ ബസ്സിൽ കയറ്റി വിടണം. തിരിച്ച് വരുമ്പോൾ 5 മണിയാകുമ്പോൾ സ്കൂൾ ബസ്സിൽ തന്നെയാണ് വരുള്ളൂ. ബാക്കിയുള്ള ദിവസത്തെ കഥ എന്താണെന്ന് ഒരു പിടുത്തമില്ല.